ഹായ് നമസ്കാരം. 2023 പേപാൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൻ്റെ ബെനിഫിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ കോഴ്സുകളെ കുറിച്ചും മാത്രമല്ല ഞാനുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫൈൻ. പേപാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് ഓൺലൈൻ ജോബ് ഓൺലൈൻ ബിസിനസ്സൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് പറയാറുണ്ട് പേയ്മെൻറ്റ് പേപാൾ വഴിയാണ് എന്ന് പറയാറുണ്ട്. പേപാൾ എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സറാണ്. അതായത് നമ്മളിവിടെ കാണുന്ന Paytm ഇങ്ങനെയുള്ള കമ്പനിയെ പോലെയുള്ള ഒരു സംഭവം. ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു രാജ്യത്തു നിന്നും ഇപ്പോൾ പൗണ്ട് ആണെങ്കിലും ഡോളർ ആണെങ്കിലും യൂറോ ആണെങ്കിലും അല്ലെങ്കിൽ ദിർഹം ആണെങ്കിലും ഏത് സാധനവും ഈ പേപാൾ വഴി മറ്റൊരു രാജ്യത്തെ കറൻസിയിലേക്ക് അയക്കാൻ പറ്റും. ഉദാഹരണം, US-ൽ നിന്ന് ഒരാൾ ഡോളർ പേപാൾ മെയിൽ ഐ ഡിയിൽ പേപാളിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയാണ്. അപ്പോൾ പേപാൾ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു $100 US നിന്ന് ഒരാൾ അയച്ചാൽ എനിക്കിവിടെ അത് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോമാറ്റഡായിട്ട് കയറും. അപ്പോൾ എനിക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ യൂറോ ആണെങ്കിലും പൗണ്ട് ആണെങ്കിലും ഡോളർ ആണെങ്കിലും എല്ലാ സാധനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേപാൾ വഴി നമ്മുടെ നാട്ടിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കാൻ പറ്റും. അതേപോലെ തിരിച്ചിട്ട് നമുക്ക് യൂറോയോ ഡോളറോ നമുക്ക് എങ്ങോട്ട് അയക്കാം, അങ്ങോട്ടേക്ക് തിരിച്ച് നമുക്ക് അയക്കാനും പറ്റും. മാത്രം ഇവിടെയുള്ള ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പേപാളിൻ്റെ വാലറ്റിനകത്ത് ഫണ്ട് നമുക്ക് ലോഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ INR ഒരു ലക്ഷമോ അല്ലെങ്കിൽ 50,000 10,000 ലോഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇവിടെ ഫണ്ട് ലോഡായാൽ ഓട്ടോമാറ്റഡായിട്ട് അത് എന്ത് ചെയ്യും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റഡായിട്ട് 24 hours കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും. ലോഡ് ചെയ്ത് വെക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ഇവർക്ക് ഇല്ല. അതാണ് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ. ഇനി പേപാൾ അക്കൗണ്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പേപാൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ ജോബുകളുണ്ട്, ഒരുപാട് ഓൺലൈൻ ബിസിനസ്. ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടേണ്ടിയിരിക്കും ജോബ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ പേയ്മെൻറ്റ് വരേണ്ടി വരും ഡോളർ വഴി. അപ്പോൾ അങ്ങനെ വരേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ പേപാൾ വേണ്ടി വരും. ഉദാഹരണം, എൻ്റെ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ പേര് നെറ്റ്വാല എന്നാണ്. അപ്പോൾ അതിനകത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ അതിലുള്ള ചില പ്രോഡക്റ്റുകൾ ആൾക്കാർ വാങ്ങിക്കും. US നിന്നും പുറത്തെ രാജ്യത്തു നിന്നൊക്കെ വാങ്ങിക്കും. ചിലപ്പോൾ അവർ പൗണ്ടിനായിരിക്കും വാങ്ങിക്കും, ചിലപ്പോൾ ഡോളറിനായിരിക്കും വാങ്ങിക്കും, അങ്ങനെ വാങ്ങിക്കും. അപ്പോൾ ഡോളറിന് വാങ്ങിക്കുന്ന ഒരാൾ സംബന്ധിച്ച് അവരുടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പേപാളിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് ഉണ്ട്. അപ്പോൾ പേപാളിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വഴി എൻ്റെ പേപാൾ അക്കൗണ്ടിലേക്കാണ് ഇതിൻ്റെ ഫണ്ട് വരിക. അപ്പോൾ അങ്ങനെ പേപാൾ ഫോർ ബിസിനസ്സിന് വേണ്ടിയിട്ടും ഇൻഡിവിജ്വൽ പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി കറൻസി നമ്മുടെ കറൻസിയിലേക്ക് എത്തിക്കാനുള്ള ഒരു പേയ്മെൻറ്റ് പ്രോസസ്സറാണ്. അപ്പോൾ എല്ലാവർക്കും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു അക്കൗണ്ടാണ് പേപാൾ എന്ന് പറയുന്നത്. ഇനി പേപാൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ പേപാൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേപാളിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ്ബോർഡിലെത്തും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഫോർ ഇൻഡിവിജ്വലും അതുപോലെ തന്നെ ബിസിനസ്സിന് 2 അക്കൗണ്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് പേപാൾ കൊണ്ടുള്ള പേപാൾ എങ്ങനെയാണ് അക്കൗണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ട് ഷോപ്പിംഗ് സേഫർ വിത്ത് പേപാൾ അറ്റ് മില്യൺസ് ഓഫ് സ്റ്റോഴ്സ് അറൗണ്ട് ദ വേൾഡ്. സെറ്റപ്പ് യുവർ പേപാൾ അക്കൗണ്ട് ജസ്റ്റ് ഫ്യൂ ക്ലിക്സ് ആൻഡ് റീഡ് ടു ലേൺ മോർ അബൌട്ട് ക്യാൻ യു ഷോപ്പ് ആൻഡ് പേ ദീസ് ഈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് യുവർ പേപാൾ അക്കൗണ്ട് നമ്മുടെ മെയിൽ ഐ ഡിയും അതുപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. നമ്മുടെ ഫസ്റ്റ് നെയിം, ഫുൾ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ID, നമ്മുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേപാൾ അക്കൗണ്ട് റെഡിയാണ്. ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ എടുത്ത് ക്ലിക്ക് ചെയ്ത് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ലിങ്ക് യുവർ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡോ നമ്മുടെ ഡെബിറ്റ് കാർഡോ ലിങ്ക് ചെയ്യണം. അതായത് നമ്മൾ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ കാര്യങ്ങൾ അടിക്കുക, നമ്മുടെ പേരടിക്കുക, CVV കോഡ് അടിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഡെബിറ്റ് കാർഡിലേക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു 2 രൂപയോ 1 രൂപയോ പോകും. എന്തിനെന്ന് വെച്ചാൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെരിഫിക്കേഷൻ ലിങ്ക് ചെയ്തത് നമ്മുടെ കാർഡുമായിട്ട് നമ്മൾ ലിങ്ക്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് പ്രോ ടിപ്പ്, ആക്ടിവേറ്റ് യുവർ കാർഡ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റിന് വേണ്ടി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ബാങ്കിൽ പോയിട്ട് ആ കാർഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ആക്ടിവേറ്റഡ് ആയിരിക്കണം. അതർവൈസ് ഈ കാർഡ് നമുക്ക് ഈ 2ാമത്തെ സെക്ഷനിൽ ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അതായത്
നമ്മുടെ കാർഡ് വിസ കാർഡോ മാസ്റ്റർ കാർഡ് ഇങ്ങനെ ഏതെങ്കിലും കാർഡായിരിക്കണം. അപ്പോൾ ഈ ഒരു കാർഡ് നമ്മൾ ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ഇനേബിൾ ആയിട്ടുണ്ടാവണം. ബാങ്കിൽ പോയിട്ട് പറയണം ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ഇനേബിൾ ചെയ്യാൻ. ഡിഫോൾട്ടായിട്ട് RBIയുടെ റൂൾ പ്രകാരം എല്ലാ കാർഡുകളും ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ ബാങ്കിൽ പറഞ്ഞാലേ അവർ ഇനേബിൾ ചെയ്യുള്ളൂ. അതർവൈസ് നിങ്ങളുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനകത്തുകൂടി നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ഇനേബിൾ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പലരും ലിങ്ക് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. മാത്രവുമല്ല നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ താഴെ കൊടുത്തിട്ടുണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് 1 മിനിറ്റ് വീഡിയോ ഗൈഡ്സ്. ഇവിടെ 1 മിനിറ്റ് വീഡിയോ ഗൈഡ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ആക്ടിവേറ്റ് യുവർ ക്രെഡിറ്റ് കാർഡ് ഫോർ ഇൻ്റർനാഷണൽ പർച്ചേസ്. ഇൻ്റർനാഷണൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് സെല്ലിംഗ് വിത്ത് പേപ്പാൾ ഈവൻ വിത്തൗട്ട് എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യണം, നമുക്ക് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേക്ക് ഈസ് ഓഫ് കസ്റ്റമേഴ്സ് ടു പേ ഓൾമോസ്റ്റ് എനി വേ ആൻഡ് എനിവെയർ. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്യണം. ഉദാഹരണം നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് സൈറ്റിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പേപ്പാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഘട്ടത്തിൽ നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ കൂടി ചെയ്യാനുണ്ട്. അതായത് സിമ്പിളായിട്ട് നിങ്ങൾ പേപ്പാളിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് ഡെബിറ്റ് കാർഡ് മാത്രം ലിങ്ക് ചെയ്യാനാണ്. അതുപോലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ ലിങ്ക് ചെയ്യണം. ബാങ്കിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ നെയിം, അതുപോലെ തന്നെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1 റുപ്പീസ് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കും. 2 തവണ, ചിലപ്പോൾ 1 റുപ്പീസിന് താഴെയുള്ള ഒരു 50 സെൻറ്റ് അല്ലെങ്കിൽ 25 സെൻറ്റൊക്കെ വെച്ചിട്ട് 2 തവണ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുമ്പോൾ അതിൻ്റെ നമ്പർ, അതിൻ്റെ UTR നമ്പർ കിട്ടും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അതിൻ്റെ ഫിഗർ, എത്രയാണ് ഫിഗർ, 2 കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ഫിഗർ ആയിരിക്കും ചോദിക്കുക, എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ 25 പൈസയാണെങ്കിൽ 0.25 എന്ന് കൊടുക്കുക. രണ്ടാമത്തെ പൈസ ഒരു 35 പൈസയാണ്, 0.35 എന്ന് അടിക്കുക, 35 എന്ന് അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് വെരിഫൈഡ് ആയി. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഫണ്ട് കിട്ടിയെന്ന് പറഞ്ഞു, വെരിഫൈഡ് ആയി. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ നിങ്ങളുടെ പേപ്പാളിലേക്ക് അയച്ചാൽ ഉടനടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഈ ഫണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേപ്പാൾ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്ത് കാണിക്കാം. ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ഞാൻ പേപ്പാൾ ലോഗിൻ ചെയ്തു. പ്രൊസീഡ് ടു അക്കൗണ്ട് ഓവർവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ടിക്ക് ചെയ്തു. അപ്പോൾ ഓവർവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും $96 ഇവിടെ വാലറ്റിൽ ബാലൻസ് ഉണ്ട്. ഇതൊരു ഓൺലൈൻ ജോബ് സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. ടോട്ടൽ റിസീവ്ഡ്, ഇടയ്ക്കിടയ്ക്ക് പേയ്മെൻറ്റ് ഇന്നും ഔട്ടും ഒക്കെ പോകാറുണ്ട്. നമ്മൾ പല പർപ്പസിനായിട്ട് പേയ്മെൻറ്റ് വരുന്നത്. ഇത് സാഗൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വന്ന പേയ്മെൻ്റ് ആണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല കമ്പനിയിൽ നിന്നും പേയ്മെൻറ്റുകൾ വരാറുണ്ട്. നമുക്ക് ഇൻവോയ്സുകൾ അയച്ചു കൊടുക്കാൻ പറ്റും, ഇൻവോയ്സിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിക്വസ്റ്റ്, ഒരു കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റും. ഇത് എൻ്റെ ബിസിനസ് അക്കൗണ്ടാണ്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട് ഞാൻ 2 കണക്റ്റഡ്. ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേമിന് വേണ്ടിയിട്ട് ഞാൻ കണക്ട് ചെയ്തതാണ്. അത് ഫേമിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, ഫേമിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് സ്ഥാപനമുണ്ട്, സ്ഥാപനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓർ ഇൻഡിവിജ്വൽ ഉണ്ട്, ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2 രീതിയിലും ചെയ്യാം. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഡീറ്റെയിലോ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. ഇൻഡിവിജ്വലായിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഇനി ബിസിനസ് പർപ്പസ് ആയിട്ട് നിങ്ങൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണം, കമ്പനിയുടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കണം, കമ്പനിയുടെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ട് ആ പ്രൂഫും കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് അക്കൗണ്ട് കൂടി നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് പേപ്പാൾ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ ഇൻഡിവിജ്വലിൽ പോയിട്ട് ഇൻഡിവിജ്വൽ ഹോം എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് താഴെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ആൾക്കാരും പേപ്പാൾ അക്കൗണ്ട് മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇത്തരത്തിലുള്ള ഓൺലൈൻ ജോബുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ബിസിനസ് ചെയ്യുന്നവർ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ഒരു കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1000 റുപ്പീസാണ്. ആ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ, ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പേപ്പാൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക, എന്നിട്ട് അങ്ങനെ ഓൺലൈൻ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നവർ അങ്ങനെയും തുടങ്ങുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് ഇങ്ങനെ എല്ലാ ആൾക്കാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അവരെ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകുകയും ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് രോഹിണി സൈനിങ് ഓഫ്. ബൈ.